നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ PPNM AUP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മതേതരത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നൽകി തിരൂർ PPNM AUP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. നിയുക്ത നഗരസഭാ ഉപാധ്യക്ഷയും വാർഡ് കൗൺസിലറുമായ സിന്ധു മംഗലശ്ശേരി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അൻവർ ചോമയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ VKP അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. SMC വൈസ് ചെയർമാൻ CP ഹരിദാസ്, MPTA പ്രസിഡന്റ് രമ്യ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരായ അമ്പിളി, പർവീൻ, നിമ, ഗീത, മറിയ, നഫീസു, ദേവയാനി, സുർജിത്, സുജേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും സംസാരിക്കുകയും ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ ഒരുക്കിയ മനോഹരമായ പുൽക്കൂട്, ക്രിസ്മസ് കരോൾ, വിവിധ കലാപരിപാടികൾ എന്നിവ ശ്രദ്ധേയമായി. ആഘോഷത്തിന് മാറ്റുകൂട്ടി കേക്ക് മുറിക്കലും നാസിക് ഡോളിന്റെ അകമ്പടിയോടെയുള്ള ആഘോഷങ്ങളും നടന്നു. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടി ക്രിസ്മസ് സ്മരണ പുതുക്കുന്ന ഒത്തുചേരലായി മാറി. പുതിയ നമ്മുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി സിന്ധു അവர்களാണ്. അവര് അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ അൻവർ അവர்களാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെമ്പർമാരായ ഹരിദാസ്, അതേപോലെ MTA പ്രസിഡന്റായിട്ടുള്ള രമ്യ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അൻവറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് നമ്മൾ എല്ലാ പ്രാവശ്യവും നടത്തുന്നതിനേക്കാളും ചില പ്രത്യേകതകളുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തിയായി. ഓരോ വാർഡിനും പുതിയ കൗൺസിലർമാരൊക്കെ വന്ന സന്ദർഭമാണ്. സാധാരണ ഒരു വിദ്യാലയത്തിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ വാർഡ് കൗൺസിലർ പങ്കെടുക്കാറുണ്ട്. മിക്ക പരിപാടികളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവും. ഈ വർഷം നമുക്ക് കൗൺസിലറായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന സിന്ധു മംഗലശ്ശേരി അവർക്കാണ്. സിന്ധു മംഗലശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ നാട്ടുകാർക്കൊക്കെ സുപരിചിതമാണ്. അതോടൊപ്പം പല മേഖലകളിലും അവരുടേതായ സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സംഘടനയുടെയും നേതൃത്വത്തിൽ അവരിരുന്നിട്ടുണ്ട്. NSS എന്ന് പറയുന്ന സംഘടന കരയോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും എല്ലാം നേതൃത്വം കൊടുത്ത് രാഷ്ട്രീയത്തിനും സാംസ്കാരിക മേഖലയൊക്കെ വേണ്ടപ്പെട്ടവളാണ്. അവരെയാണ് നമുക്ക് ഇപ്രാവശ്യം കൗൺസിലറായി ലഭിച്ചിട്ടുള്ളത് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ കൗൺസിലർ മാത്രമല്ല, തിരൂർ നഗരസഭയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് 26-ാം തീയതി പടിയെടുത്ത് വെക്കുകയാണ്. അവർക്ക് പ്രത്യേകമായ ഒരു ആശംസകൾ നേടുകയാണ്. വിദ്യാർത്ഥി അഭിമാനകരമായ നേട്ടമാണ്. ഒരു നഗരസഭയുടെ ഉപാധ്യക്ഷൻ നമ്മുടെ കൗൺസിലർ ആകുക എന്നത് നമ്മളെ അഭിമാനകരമായ നേട്ടമാണ്. ആ നേട്ടത്തിനാണ് നമ്മൾ സാക്ഷി വഹിക്കാൻ പോകുന്നത്. തീർച്ചയായും സിന്ധു മംഗലശ്ശേരിയുടെ എല്ലാ അക്കമണിഞ്ഞ പിന്തുണയും നമ്മുടെ വിദ്യാർത്ഥി ഉണ്ടാകുമെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. അവർ അത് നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പ്രൗഢ ഗംഭീരമായ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സർവാദരപൂർവ്വം സിന്ധു മംഗലശ്ശേരിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. പരിപാടിയാണ് ഇന്നിവിടെ പങ്കെടുത്തത്. അതിന് ക്ഷണിച്ച ഇവിടുത്തെ ഭാരവാഹികളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ആദ്യം തന്നെ ഒരു കുടുംബാംഗമായി തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ഏറ്റെടുക്കാൻ പോകുന്ന ഒരാളാണ് നമുക്ക് ഈ വിദ്യാലയത്തിന് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക്
അഭിമാനിക്കാം. ഈ നമ്മളെല്ലാ ആഘോഷത്തിനും നമ്മളെന്ത് പരിപാടിക്കും മാഡത്തിന്റെ പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഔപചാരിക ചടങ്ങ് കഴിഞ്ഞാലാണ് നമ്മുടെ ആഘോഷം ആരംഭിക്കുന്നത് അല്ലേ? എത്തിച്ചേർന്ന നമ്മുടെ വാർഡ് കൗൺസിൽ സിന്ധു അവർക്ക് PPNM AUP പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടിരുന്നു. മറ്റു PTA അംഗങ്ങൾക്കും എന്റെ സ്റ്റാഫിനും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്
സാൻ മീഡിയ ന്യൂസ് തിരൂർ.